ഭഗവാനെ സമർപ്പിച്ച് കഴിഞ്ഞ ഉടനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു നിയോഗം കിട്ടി. രാവിലെ ഇത് ഭഗവാന് സമർപ്പിച്ച് നേരെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. മഹാദേവനൊരു അനുഗ്രഹം കൊടുത്തതാണല്ലോ. ചേട്ടൻ ഈ ഒരു മിനിയേച്ചർ നിർമ്മിച്ച് കഴിഞ്ഞ ഉടനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോലും ഭാഗ്യമുണ്ടായി. അത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ല. വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന അമ്പലമാണ്, നിർമ്മലം തൊഴാനൊക്കെ വരുന്ന അമ്പലം. കണ്ടപ്പോൾ വളരെ സന്തോഷം. കണ്ടല്ലേ, നമ്മുടെ പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രം എങ്ങനെയാണോ അതേപടി അതിൻ്റെ മിനിയേച്ചർ നിർമ്മിച്ചിരിക്കുകയാണ്. ഒരു ഹെലികാം ഷൂട്ട്. നമുക്ക് ക്ഷേത്രത്തിൽ ഒരു വർഷം വന്നാൽ ഇത്ര മനോഹരമായി ക്ഷേത്രത്തിൻ്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയില്ല. ഇത് എല്ലാം കൂടെ തൻ്റെ മനസ്സിലുള്ളത് മൊത്തം ഒപ്പിയെടുത്ത് അത് അതേപടി നിർമ്മിച്ചിരിക്കുകയാണ് ഈ പ്രിയപ്പെട്ട കലാകാരൻ. അതെ, ഇതാണ് ആ കലാകാരൻ. ചേട്ടൻ്റെ പേരെന്താണ്? അനിൽകുമാർ. കൊട്ടാരക്കര ശ്രീ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം എന്താണോ അത് അതേപടി അതിൻ്റെ ഒരു മിനിയേച്ചർ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ തന്നെ ജീവനക്കാരനും കലാകാരനുമായ ശ്രീ ക്ഷേത്ര കലാപീഠം അനിൽകുമാറിന് പറയേണ്ട സപ്പോർട്ട് നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെയൊക്കെ സപ്പോർട്ടാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തൊക്കെ നടക്കത്തില്ല. ഏറ്റവും പ്രിയപ്പെട്ട സിനിമാ നിർമ്മാതാവ് അജിത്തന്റെ ഒരു സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. നല്ല സപ്പോർട്ടാണ് ഉണ്ടായത്. ഇതാണ് പടിഞ്ഞാറ്റങ്കര ക്ഷേത്രം എന്ന്. ഇനി അതിനകത്തെ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ കെട്ടും മട്ടും എവിടെയെങ്കിലും അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ രൂപഭാവനകൾ കൃത്യമായി ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഒരു അഴി അടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ അതുപോലും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ചെയ്തപ്പോൾ ഉണ്ടായ ആ എത്രത്തോളം സ്ട്രെസ് എടുത്തിട്ടുണ്ടോ അതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്കിപ്പോൾ മനസ്സിന് സന്തോഷം. എത്ര ദിവസം കഷ്ടപ്പാടായത്? ഇത് 3 മാസത്തെ കഷ്ടപ്പാടാണ്. അമ്പലം എന്താണോ അതിൻ്റെ എല്ലാ രൂപവും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പമുള്ള ഒരു ജീവനക്കാരനാണല്ലോ ഇത് ചെയ്തത് എന്നറിയുമ്പോൾ അതിനൊപ്പം നമുക്കൂടെ നിൽക്കാനുള്ള ഒരു യോഗവും ഭാഗ്യവും ഉണ്ടായത് മഹാദേവൻ്റെ തുമ്പി ഞങ്ങളും നമിക്കുന്നു.